ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല, ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളെ നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ടൈമൊന്നും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. അപ്പം ഞാൻ നമ്മുടെ നൈപുണ്യ ആയുർവേദിക്സിലാണ് നമ്മളുടെ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെന്റ്സ്, അതായത് പ്രസവരക്ഷയുടെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 24,000 രൂപയുടെ പാക്കേജിങ് ആയിരുന്നു കേട്ടോ. നമുക്കൊന്നും അറിയണ്ട, നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്യാം. വേറെ പുറത്ത് ചെയ്യാമെന്നായിരുന്നു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. പിന്നെ നമ്മള് അത് വേണ്ട, വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വേറെ കാര്യങ്ങളും ഒന്നും അറിയണ്ട. നമ്മൾ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഇന്ന ടൈമിൽ നമുക്ക് ഞാനൊരു 8:30 ആ ടൈമായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ആ ചേച്ചി 8:30 ആകുമ്പോൾ വരും. നമ്മളാണെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മളോട് പറയും ഈ കിഴിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലോത്തും കാര്യങ്ങളും അത് മാത്രമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രൊഡക്ട്സ് ഫുള്ള് നൈപുണ്യയുടെ പ്രൊഡക്ട്സ് തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ആകെ നമ്മൾ മേടിക്കേണ്ട വന്നത് കുറച്ച് ഉള്ളി മേടിക്കേണ്ട വന്നു, ഉള്ളിക്കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്ര തന്നെയല്ല. ബാക്കി എല്ലാ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നൈപുണ്യയുടെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഒട്ടും വൈകണ്ട, ഞാൻ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, ചിലർക്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ വീഡിയോ ആണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയാ അടിപൊളിയായിട്ട് എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. മീൻസ് മിക്ക പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ ഇതൊക്കെയാണ് വിശേഷം കേട്ടോ. ഞാനെപ്പോഴും നാച്ചുറൽ ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാറ്. ഇവിടെ ഒരാൾ വേഷം കെട്ടാണ്, അവൾ കിടന്ന് ഉറങ്ങാണ്, പെണിപ്പിക്കാൻ പോവാണ്. ഇതൊക്കെയാണ് വീട്ടിലത്തെ പരിപാടി. അപ്പൊ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രൊസീജിയർ നമുക്കൊരു ഹെഡ് മസാജ് ആയിരുന്നു കേട്ടോ. അപ്പൊ തലയിൽ എണ്ണയൊക്കെ തേച്ച് നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് മസാജ് ആയിരുന്നു കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെ. അതിന് ശേഷമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 days ആയിരുന്നു കേട്ടോ നമ്മുടെ പ്രസവരക്ഷയുടെ. അപ്പോൾ ഫേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഗ്ലോ ഓയിൽ എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നൈപുണ്യയുടെ തന്നെയാണ് കേട്ടോ പ്രൊഡക്ട്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഫേസിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നു. അതിന് ശേഷം നമ്മൾ ഫേസിലൊരു പാക്ക് ഇടും. ആ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യത്തെ 2 ദിവസം നമുക്ക് മേത്ത് കിഴിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഓയിൽ മസാജും അതിനുശേഷം ഒരു പാക്ക് ഇട്ടിട്ട് വേദക്കുളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് ഫേസിൽ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് തരും. എനിക്കാണെങ്കിൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട് അധികം ഡോക്ടർ ആര്യ നമ്മളോട് മുന്നേ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നമ്മുടെ സ്കിൻ കൺസേൺ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഡെലിവറിക്ക് ശേഷമുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ പാക്കുകളാണ്. ചിലപ്പോൾ എനിക്ക് യൂസ് ചെയ്യണ പാക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. ചിലർക്ക് ഓയിലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, എനിക്കാണെങ്കിൽ ഓയിൽ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മളോട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് എല്ലാ ഡൗട്ട്സും എല്ലാ കൺസേൺസും ഒക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ മസാജ് ചെയ്തതിന് ശേഷം ഒരു പാക്ക് കിട്ടുന്നു. അതിന് ശേഷം നമുക്ക് ബോഡിയിൽ ഫുൾ ബോഡി മസാജ് ആയിരുന്നു ഓയിൽ വെച്ചിട്ട്. അങ്ങനെ ഇതേ ഫുള്ള് ബോഡി ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ബോഡിയിൽ ഓരോ ദിവസം ഓരോരോ പാക്കുകളായിരുന്നു കേട്ടോ, ഡിഫറെൻറ്റ് പാക്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാൻഡൽവുഡിൻ്റെ പാക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസം ഓരോരോ പാക്കുകളായിരുന്നു കേട്ടോ. ഇത് 2 കിഴി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഹെയറിന്, അതായത് കുളിക്കാൻ വേണ്ടിയിട്ട് 2 വെള്ളം തരുന്നു. ഒന്ന് തലയിലേക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളം, അതുപോലെ തന്നെ വേദക്കുളിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് അറിയില്ല. കുറേ പച്ചമരുന്നുകളൊക്കെ എല്ലാം കൂടിയിട്ട് ചേർന്നിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പൊടി, അത് നമ്മളിങ്ങനെ കിഴിയാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കും കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് വെള്ളത്തിൽ തിളച്ചതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ടാണ് ഈ വെള്ളത്തോണ്ടാണ് നമ്മൾ കുളിക്കുക. അങ്ങനെ എനിക്കാണെങ്കിൽ ബോഡിയിൽ ഭയങ്കര ചൂടുവെള്ളം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ചൂട് യൂസ് ചെയ്യരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ബോഡി ഭയങ്കര വീക്കനാവണ പോലെ തോന്നാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പറഞ്ഞത് നന്നായി ചൂട് വെള്ളത്തിൽ കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഇങ്ങനെ
ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി ചൂടുവെള്ളത്തിൽ കുളിച്ചാലാണ് ഈ പെയിനൊക്കെ മാറുക, അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തന്നു. കാരണം നമ്മൾ ഭയങ്കര ചൂട് വെള്ളത്തിൽ ഭയങ്കരമായിട്ട് കുളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയിട്ട് അങ്ങനെ നമുക്ക് ബോഡി ഭയങ്കരമായിട്ട് വീക്കനായി തോന്നുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ കിഴികളാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ചൂടോട് കൂടിയിട്ടല്ല ചെയ്ത്. ഡോക്ടർ തന്നെ എപ്പോഴും എല്ലാ ഡേയും രാവിലെ ഈ ചെയ്യാൻ വരുന്ന ചേച്ചി ഗീതു ചേച്ചി ആയിരുന്നു കേട്ടോ. ഗീതു ചേച്ചിയോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഡെയിലി എന്നെ വിളിച്ച് ഓരോന്ന് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ശരിക്കും നമ്മളുടെ വീട്ടിലൊരു അംഗം പോലെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഡോക്ടർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ റിപ്ലൈ തരും കേട്ടോ. പിന്നെ ഇത് അടുത്ത ദിവസത്തെ പാക്കാണ്, ബോഡിയിലുള്ള വർണ്ണലേപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കാണ്. അതും നല്ല സ്മെല്ലാട്ടോ ഈ പാക്കുകളുടെ. ആയുർവേദ പ്രൊഡക്ട്സ് ആണെന്ന് പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം നമുക്ക് ഓയിൽ വെച്ചിട്ടുള്ള മസാജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നമ്മൾക്ക് പൊടിക്കിഴിയാട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിഴി യൂസ് ചെയ്തത് പൊടിക്കിഴിയാണ്. ഈ കിഴി ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മുടെ മേത്ത് ഇങ്ങനെ ഇതാക്കും. അപ്പോൾ നമുക്ക് ചില എന്താ പറയുക, ഈ കിഴി ചെയ്യണതും അതൊക്കെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ. ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ അമ്മ ജസ്റ്റ് വാവ് കുട്ടികളെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പടഞ്ഞ് വന്ന് എടുത്ത് തരും. 2 പിള്ളേരും ഉണ്ട്. പിന്നെ അതിൻ്റെ ശേഷം പൊണ്ണുബാബിനെ പ്ലേ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ എല്ലാ തിരക്കിലും അമ്മയ്ക്ക് പറ്റണ പോലെ അമ്മ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടിക്കിഴി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പ്രോപ്പറായിട്ട് ചില സമയത്ത് ചില വീഡിയോൻ്റെ ആംഗിൾ നേരെയായിരിക്കും, സൈഡായിരിക്കും, അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. എന്നാലും എനിക്ക് ഇതൊക്കെ ഫ്യൂച്ചറിലും ഒക്കെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണണം തോന്നുമ്പോൾ കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനിത് എടുത്തതാട്ടോ. ഇതാണ് പൊടിക്കിഴി. ഫസ്റ്റ് നമ്മൾ പൊടിക്കിഴിയാണ് ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം അല്ല 3rd ഡേ ആയിരുന്നു പൊടിക്കിഴി. 4th ഡേ നമുക്ക് ഉള്ളിക്കിഴിയായിരുന്നു. അങ്ങനെ ഓരോ ദിവസം കിഴി ഇങ്ങനെ ഡിഫറെൻറ്റ് കിഴികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഫുള്ളും. പിന്നെ ഇതേ ചേച്ചിയാണെങ്കിൽ നമുക്ക് വാക്കുട്ടീനൊക്കെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അതൊക്കെ ഉണ്ട് കേട്ടോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇതേ ഞാൻ ഓരോ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേ ഓരോ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് ചെയ്യണത് ഞാൻ ഇതേ ഇപ്പോൾ ഓൺ വോയിസ് കൊടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ ഞാൻ തേച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫേസിൽ പാക്കും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ അതിന് ശേഷം ബോഡിയിൽ ഓയിൽ തേക്കും. പിന്നെ ഒരു പാക്ക് ബോഡിയിൽ തേക്കും. പിന്നെ നമ്മൾ കിഴി. അപ്പോൾ ഓരോന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയായിട്ടോ ഷൂട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസിലൊരു സെറം തേക്കും. സെറം അല്ലേ ചേച്ചി? അപ്പോൾ ഒരു 1 to 2 ഡ്രോപ്സ് ആണ് യൂഷ്വലി തേക്കാറ്. അത് തേച്ച് തരും കേട്ടോ. നമ്മളിത് ഒരു പാക്ക് ഇടാൻ പോവാ കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഈ പാക്ക് നമ്മൾ ഫേസിൽ ഇടും കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ പേര് ഫേസ് പാക്ക് തന്നെ കേട്ടോ. ഇനി കണ്ണിൻ്റെ അടിയിൽ നമുക്ക് വേറൊരു ഈ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാക്ക് ഇടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അതിലൊരു പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബോഡിയിലാണെങ്കിൽ ഡിഫറെൻറ്റ് പാക്സ് നമ്മൾ ഓരോ ദിവസം ചേഞ്ച് ചെയ്തിടാറുണ്ട് കേട്ടോ. ഫേസിൽ നമ്മൾ ഈ പാക്കും പിന്നെ അണ്ടർ ഐയിൽ ഇതാണ് ഇടാറ്. ഇപ്പോൾ ഇതേ നമ്മൾ കാലുമ്യം മീത്ത് നമ്മൾ ബോഡി മസാജ് ചെയ്യാം കേട്ടോ ഓയിൽ വെച്ചിട്ട്. അതിന് ഓരോ ഓയിലും ഡിഫറെൻറ്റ് ഓയിൽ എന്നല്ല, ഓരോ ഓയിലും ഓരോ പേരുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മൾ ഓരോ ദിവസം ഡിഫറെൻറ്റ് കിഴികളാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് 2 days നമ്മൾ ഓയിൽ മസാജും പിന്നെ പാക്കും മാത്രമാണ് ബോഡിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഡിഫറെൻറ്റ് കിഴികളും കാര്യങ്ങളും. അപ്പോൾ ഇതിന് ഫുൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇവരൊക്കെ ചെയ്തു തരണം. എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അതും വശങ്ങളോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ.
കിഴി വെക്കുന്ന ദിവസമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓയിൽ മസാജ് ചെയ്തിട്ട് കിഴി വെക്കും, ബോഡി ഫുള്ള് കിഴി വെക്കും. അതിനുശേഷം നമുക്കൊരു പാക്ക് ഇട്ട് തരും കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ 3 days നമുക്ക് ഞവര കൊണ്ടുള്ള കിഴിയായിരുന്നു കേട്ടോ. ബോഡി ഫുള്ളും ഫേസിൽ ലാസ്റ്റ് ഡേ മാത്രമായിരുന്നു ഞവരക്കിഴി കൊണ്ട് വെച്ചിട്ടുള്ള ഫേഷ്യൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഞവരക്കിഴിയുടെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ഭയങ്കര ഫേമസ് ആണ്, ഈ ഞവര റൈസിനൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് എന്നാ ഉണ്ടായി ഞാൻ പറയാം. ബോഡി നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്രയും നാളും പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്തതിന് ശേഷം പെയിൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റീസൺ ഞാൻ പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഡോക്ടർ പറഞ്ഞ ഇതിൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഈ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലാണെങ്കിൽ ഓരോ എന്താ പറയുക ഡക്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ശരിക്കും നമുക്ക് പെയിനും കാര്യങ്ങളൊക്കെ ബോഡിയിൽ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ആകെ എടുക്കേണ്ട ഒരു കാര്യം നല്ല പോലെ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ബാക്ക് പെയിനോ കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി പോവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാനാണെങ്കിൽ റെസ്റ്റ് കൊടുക്കാണ്ട് ഓടി നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെയിൻ കൂടാനും ഇത്തിരി ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ റെസ്റ്റ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അതുപോലെ ചെയ്യുന്നതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ബോഡി പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഞാവര കിഴി. അതുപോലെ തന്നെ ഞാവര ഫേസിൽ ചെയ്തപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നമുക്കൊരു അണ്ടർ ഐ പാക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേസ് പാക്കിൻ്റെ ഒപ്പം തന്നെ മേൽഭാഗത്തും അടിഭാഗത്തും ഫുള്ളും ഒരു അണ്ടർ ഐ പാക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഓരോ പ്രൊസീജിയേഴ്സും ജസ്റ്റ് ഇതേ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ലെഗിൽ ഇങ്ങനെയായിരുന്നു മസാജ് ചെയ്യേണ്ടായിരുന്നത്. ജസ്റ്റ് നമുക്കിങ്ങനെ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് തരും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പെയിനും കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് ശേഷം വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിന് മുന്നൊന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാവര അരിയോ കൊണ്ട് വെച്ചിട്ടാട്ടോ, അരി വെച്ചിട്ടാണ് നമുക്ക് ഈ ഞാവരക്കിഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും പല വീഡിയോസിലാണെങ്കിലും എങ്ങനെയാണ് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് എടുക്കും. ഈ ചേച്ചി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സംഭവമൊക്കെ നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് ബോഡിയിലും ഒക്കെ നല്ല ചേഞ്ചൊക്കെ. പിന്നെ ഇത് ഡാൻഡ്രഫ് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് കുളിച്ചത്. പിന്നെ വേദകുളി കുളിച്ചു. അതുപോലെ തന്നെ ഹെയറിൽ വേറൊരു വെള്ളമായിരുന്നു, ഞാൻ പറയുന്നത് നെല്ലിക്കൊക്കെ ഉള്ള കണ്ടൻറ്റുള്ള ഒരു പൊടി കിഴി വെച്ചിട്ടുള്ളൊരു വെള്ളം ചൂടാക്കിയിട്ടുള്ളതായിരുന്നു. പിന്നെ മറ്റേത് വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ മൂക്കിൽ ഇതിന് ഓരോ പേരുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ പേരൊക്കെ മറന്നു. അപ്പോൾ മൂക്കിക്കൂടെ നമ്മളൊരു സംഭവം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് തലയ്ക്കൊരു കിക്ക് കിട്ടുന്ന പോലെ കേട്ടോ ഇങ്ങനെ ചെയ്യണ സമയത്ത്. അതായത് ഇങ്ങനെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും സൈനസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഷോർട്സിൽ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടിയൊക്കെ ഉണക്കി തരും കേട്ടോ. അതായത് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണാറില്ലേ പണ്ടത്തെ ആൾക്കാർ ഈ തമ്പുരാട്ടികളും അതുപോലെ പണ്ടത്തെ മിക്ക ആൾക്കാരും ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് മുടി ഉണക്കാറ്. അന്ന് എവിടെയാണ് ഈ ഫാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെന്തോ ഒരു പേര് പറയും കേട്ടോ. പിന്നെ അത് ഞാനാണെങ്കിൽ അവരുടെ തന്നെ നൈപുണ്യയുടെ തന്നെ നല്ല കാജലുണ്ടായിരുന്നു. അതൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ എഴുതി നമ്മൾ നല്ല ഒക്കെ ഫുള്ളി. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ കെമിക്കലായിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഫേസിൽ ഉപയോഗിക്കാറില്ല കേട്ടോ. ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാട്ടോ സംഭവം. ഇതിന് ധൂമപാനം എന്നോ അങ്ങനെ എന്തോ ആണ് പറയുക. പിന്നെ നമുക്ക് രാസ്നാദിയൊക്കെ തലയിൽ ഇട്ടതിന് ശേഷം നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മുടി വേഗമൊക്കെ ഉണങ്ങും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നൈപുണ്യ ആയുർവേദിക്സിനെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. പാക്കേജ് കാര്യങ്ങളൊക്കെ പല റേറ്റിനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ 24,000 പ്രീമിയം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ആ പാക്കേജായിരുന്നു. 7 ഡേയ്സിൻ്റെ ഉണ്ട്, 11 ഡേയ്സിൻ്റെ ഉണ്ട്, 14 ഡേയ്സിൻ്റെ ഉണ്ട്. അങ്ങനെ പല പാക്കേജസൊക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും